നമസ്കാരം. ഭാരതത്തിനാകെ അഭിമാനിക്കാവുന്ന ഒരു എക്സ്ക്ലൂസീവ് വാർത്തയുമായിട്ടാണ് തത്വമയി ന്യൂസ് പ്രേക്ഷകരുടെ മുമ്പിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. വാർത്ത മറ്റൊന്നുമല്ല, നമ്മുടെ പ്രതിരോധ മന്ത്രാലയം DRDO ഒഡീഷയിലെ ചാന്ദിപ്പൂരിൽ അഗ്നി-4 മിസൈലിൻ്റെ പരീക്ഷണം വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നു. DRDO തന്നെ പുറത്തുവിടുന്ന വിവരങ്ങളനുസരിച്ച് മധ്യദൂര ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി-4. അത് നേരത്തെ തന്നെ നമുക്കറിയാവുന്നതാണ്. കാരണം 3 ഘട്ടങ്ങളിലെ പരീക്ഷണങ്ങൾ ഇപ്പോൾ തന്നെ അഗ്നി-4ൻ്റെ കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ഇന്ന് നടന്നത് ഓഗസ്റ്റ് 6, 2026 നടന്നത് 3ാമത്തെ പരീക്ഷണമാണ്. ആദ്യത്തെ പരീക്ഷണം ജൂൺ 6, 2022 ഒഡീഷയിൽ തന്നെ APJ അബ്ദുൽ കലാം ഐലൻഡിൽ നടന്നിരുന്നു. അത് യൂസർ ട്രെയിനിങ് ലോഞ്ച് എന്ന് പറയും. അത് പ്രയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു പരിശീലനം പോലുള്ള അതിന് വേണ്ടിയിട്ടുള്ളൊരു വിക്ഷേപണം. അതിനുശേഷം 2024 സെപ്റ്റംബർ 6 ചാന്ദിപ്പൂർ ഒഡീഷയിൽ തന്നെ ഇന്ന് ഈ പരീക്ഷണ വിക്ഷേപണം നടന്ന ടെസ്റ്റിംഗ് റേഞ്ചിൽ തന്നെ ഒരു ട്രെയിനിങ് ലോഞ്ച്, ഇതിൻ്റെ മുൻപുള്ള ട്രെയിനിങ് ലോഞ്ച് നടന്നിരുന്നു. ഇന്ന് 3ാമത്തെ പരീക്ഷണ വിക്ഷേപണമാണ് നടന്നത്. ഇപ്പോൾ ഏതാണ്ട് അഗ്നി-4 നമ്മുടെ സൈന്യത്തിൻ്റെ ആയുധപ്പുരകളിലേക്ക് എത്തുവാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പ്രതിരോധ മന്ത്രാലയം വക്താക്കൾ നമ്മളോട് പറയുന്നത്. 4000 കിലോമീറ്ററാണ് ഈ മധ്യദൂര ബാലിസ്റ്റിക് മിസൈലിൻ്റെ ദൂരപരിധി. അതായത് പാകിസ്ഥാൻ്റെ ഏതാണ്ട് എല്ലാ സൈനിക കേന്ദ്രങ്ങളും അവരുടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളും ലക്ഷ്യം വയ്ക്കുവാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ ദൂരപരിധിക്കുള്ളിൽ വരും. ചൈനയുടെയും പ്രധാനപ്പെട്ട പ്രതിരോധ കേന്ദ്രങ്ങളെല്ലാം, തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ പലതും, എല്ലാമെന്ന് ഞാൻ പറയുന്നില്ല, അതിന് അഗ്നി-5ഉം അഗ്നി-6ഉം പുറകെ വരുന്നുണ്ട്. ദൂരപരിധി കൂടിയ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളുടെ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്, വികസനങ്ങൾ നടക്കുന്നുണ്ട്. അഗ്നി-4ൻ്റെ പരിധിയിൽ ചൈനയുടെയും പല തന്ത്രപ്രധാന കേന്ദ്രങ്ങളും വരും. തന്നെയുമല്ല, ഇത് ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുമ്പോൾ പ്രേക്ഷകരിൽ പലർക്കും അറിയാമായിരിക്കും. കാരണം ആണവ പോർമുന വഹിക്കുവാൻ ശേഷിയുള്ളതാണ്. 1000 കിലോഗ്രാമാണ് ഇതിൻ്റെ പേലോഡ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഭാരാദ്വഹനശേഷി എന്ന് പറയുമ്പോൾ അത്രയും സ്ഫോടക വസ്തുക്കളോ അല്ലെങ്കിൽ ആണവ പോർമുനയോ കൊണ്ടുപോകാം. 1000 കിലോഗ്രാമിൻ്റെ ആണവ പോർമുന എന്ന് പറയുമ്പോൾ ഒരു പാകിസ്ഥാനൊക്കെ ഒരു 2 തവണ ഇല്ലാതാകാനുള്ള ആണവ പോർമുനയുണ്ട് എന്നാണ് പ്രതിരോധ വിദഗ്ധർ പറയുന്നത്. അപ്പോൾ എന്തായാലും ഭാരതത്തിൻ്റെ പ്രതിരോധ മേഖലയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടായി DRDO അഗ്നി-4 വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ്. അതിൻ്റെ പരിശീലന വിക്ഷേപണങ്ങൾ കഴിഞ്ഞു, 2 തവണ കഴിഞ്ഞു. ഇപ്പോൾ എന്തായാലും ആദ്യത്തെ പ്രധാനമായും അത് ഉപയോഗിക്കുന്ന ആളുകൾക്കുള്ള വേണ്ടിയുള്ള പരീക്ഷണ വിക്ഷേപണം 2022 കഴിഞ്ഞു. 3ാം ഘട്ട പരീക്ഷണമായിരുന്നു ഇന്ന് നടന്നിരുന്നു. വിജയകരമായി തന്നെ എല്ലാ മാനദണ്ഡങ്ങളും, അതിൻ്റെ സുരക്ഷ, ലക്ഷ്യം പൂർത്തീകരിക്കൽ തുടങ്ങിയ എല്ലാ മാനദണ്ഡങ്ങളും, രൂപരേഖകളും, അല്ലെങ്കിൽ ഒരു മാനദണ്ഡമുള്ള ഒരു മാർഗ്ഗനിർദ്ദേശങ്ങളുണ്ട്. ഇതിന് കൃത്യമായിട്ട് ഒരു പാരാമീറ്റേഴ്സ് എന്ന് പറയും. ഇന്ന പാരാമീറ്റേഴ്സ് പൂർത്തിയാക്കിയാൽ മാത്രമേ ഒരു പരീക്ഷണം വിജയകരമാവുകയുള്ളൂ എന്നൊരു തത്വമുണ്ട്. അതിനൊരു മാർഗ്ഗരേഖകളുണ്ട്. ആ മാർഗ്ഗരേഖകളിലുള്ള എല്ലാ മാനദണ്ഡങ്ങളും വിജയകരമായി അഗ്നി-4 പൂർത്തിയാക്കിയിരിക്കുന്നു എന്നാണ് DRDO നമ്മെ അറിയിക്കുന്നത്. അപ്പോൾ എന്തായാലും പ്രേക്ഷകരോട് ഇതൊരു എക്സ്ക്ലൂസീവ് ന്യൂസാണെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ തന്നെ DRDOയുടെ വാർത്താ വിഭാഗം മറ്റ് മാധ്യമങ്ങൾക്കും ഈ വാർത്ത നൽകി കാണും. സ്ക്രോൾ ന്യൂസുകളായെങ്കിലും പല മാധ്യമങ്ങളിലും നിങ്ങൾ ഈ വാർത്ത ഞാൻ ചിത്രീകരിക്കുമ്പോൾ കണ്ടിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ എക്സ്ക്ലൂസീവ് ന്യൂസ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടല്ല. അപൂർവം ചില മാധ്യമങ്ങൾക്ക് മാത്രമേ ഈ പരീക്ഷണ വിക്ഷേപണം പകർത്തുവാനുള്ള ഭാഗ്യം ലഭിച്ചുള്ളൂ. തത്വമയി ന്യൂസിൻ്റെ ക്യാമറാമാനും മാധ്യമപ്രവർത്തകർക്കും ഞങ്ങളുടെ ഒഡീഷയിലുള്ള മാധ്യമപ്രവർത്തകർക്കും പ്രതിനിധികൾക്കും ആ ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം പ്രേക്ഷകരോട് പറയാം, അനുവദിക്കപ്പെട്ട ദൂരപരിധിയിൽ നിന്ന് ഈ ദൃശ്യം പകർത്തുമ്പോൾ മേഘാവൃതമായിട്ടുള്ള അന്തരീക്ഷമായിരുന്നു. ആ മേഘാവൃതമായ അന്തരീക്ഷത്തിൽ കഴിയുന്നതും മികവോടുകൂടി തന്നെ ഈ ഒരു ദൃശ്യം നമ്മുടെ ക്യാമറാമാൻ പകർത്തിയിട്ടുണ്ട്. ഒരു വലിയ 8K മിഴിവൊന്നും ഇതിൽ പ്രതീക്ഷിക്കരുത്. പക്ഷേ അപൂർവമായൊരു ദൃശ്യമാണ്. മറ്റ് മാധ്യമങ്ങൾക്കൊന്നും ഇത്രയും അടുത്തു നിന്ന് ഈ ദൃശ്യം പകർത്തുവാനുള്ള അനുവാദം ലഭിച്ചിട്ടില്ല എന്ന് അഭിമാനപൂർവ്വം പറയുകയാണ്. ഭാരതത്തിനാകെ അഭിമാനിക്കാവുന്നൊരു സാഹചര്യമാണ് DRDO ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ദൈനംദിനം എന്നവണ്ണം ഒരുക്കിക്കൊണ്ടുവരുന്നത്. അതിലേറ്റവും പുതിയ സാഹചര്യമാണ് അഗ്നി-4ൻ്റെ ഈ പരീക്ഷണ വിജയം. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരൊന്ന് കാണും.
ദൃശ്യങ്ങൾ കണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഭാരതത്തിനാകെ അഭിമാനിക്കാവുന്നൊരു പരീക്ഷണ വിജയമാണ് അഗ്നി 4-ൻ്റേത്. ഇനി അഗ്നി 5ഉം അഗ്നി 6ഉം പിന്നാലെ വരുന്നുണ്ട്. അതിൻ്റെ ഓരോ ഘട്ട പരീക്ഷണങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പല ഘട്ട വികസനങ്ങളിലായി അഗ്നി 6ൻ്റെ പല മേഖലകളിലുള്ള വികസനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. അഗ്നി 5യുടെ പരീക്ഷണങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു. ഈ വിവരങ്ങളാണ് പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ എന്തായാലും അഗ്നി 4ൻ്റെ വിജയം സന്തോഷം തരുന്നൊരു വാർത്തയാണ്. ആ സന്തോഷം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുവാൻ കഴിഞ്ഞതിൽ വളരെ എക്സ്ക്ലൂസീവായിട്ടുള്ള വിഷ്വൽസ് തന്നെ, തത്വമയിക്ക് മാത്രം ലഭിച്ചിട്ടുള്ള വിഷ്വൽസ് തന്നെ പ്രേക്ഷകരുമായി പങ്കിടുവാൻ കഴിഞ്ഞതിലും ഞങ്ങൾക്ക് അത്യധികം സന്തോഷമുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് എന്നുള്ളത് കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. അവസാനമായിട്ട് ഇന്ന് പതിവുള്ള നമസ്കാരം ഒന്നുമില്ലാതെ തന്നെ ഒരിക്കൽ കൂടി മേഘാവൃതമായിട്ടുള്ള ആ ദൃശ്യവും ഏറ്റവും മിഴിവോടുകൂടി നമുക്ക് ലഭിച്ച ആ ദൃശ്യവും ഒന്ന് കണ്ടുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച് അഗ്നി 4ൻ്റെ വിജയത്തെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് എത്തിക്കുവാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആ ദൃശ്യം ഒന്നുകൂടി കണ്ടുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം. चला गया कहाँ से? यहीं पे HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.